നമസ്കാരം. നാടകം സമാപിച്ചു. മൂലകഥ ഡോക്ടർ MT വാസുദേവൻ നായർ. നാടകാവിഷ്കാരം ഹുസൈൻ കാരാട്ട്. എന്തേ രാവിലെ അച്ഛനോട് കടം പോയില്ലേ? കട പണം മടങ്ങിയല്ലേ ഇന്നലെ? എടാ ഞാൻ പോയതൊരു കാര്യമുണ്ട്. എന്ത്? എടാ ഞാൻ കൈകേനുണ്ട്. എടാ 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 ഒരു മയിൽപ്പീഴയൊക്കെ വെച്ച് ഒരു തെയ്യക്കോലം കിട്ടിയ പോലെ. അമ്മ ഉപ്പുമാ വാങ്ങിയെടുത്തോ. ഒറ്റനോടെ പേടിച്ചിട്ട് പിച്ചുമേയും പറയുന്നുണ്ട്. എനിക്ക് ഉപ്പുമാവും വേണ്ട, ഒരു കടലപ്പിണ്ണാക്കം വേണ്ട. നിനക്ക് ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാൻ പറ്റൂ? എടാ വൈശാഖ, നിനക്ക് ഞാൻ പറയുന്നത് എന്താ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ ആദ്യം കാപ്പി കുടിച്ചത് നിന്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് നോക്ക്. അതല്ല ഇനി അങ്ങേരെ വരുന്ന ചീത്തം കൂടെ ഞാൻ കേൾക്കേണ്ടി വരും. അമ്മ ചായ എടുത്തോ. നീ ഇന്നലെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നിടത്തുള്ള ഒരു പ്രത്യേക മണമായിരുന്നു. എന്തോ ഒരു പൂവിൻ്റെ നമ്മുടെ കിങ്ങിണിയുടെ കഴുത്തിലെ മണി പോലെ ഒരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ പിന്നെയും നിൽക്കുക. കൈതേ എടാ, എനിക്കൊരു അബദ്ധം പറ്റി. കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കണ്ട കാര്യങ്ങളും പിന്നെ പണ്ട് മുത്തശ്ശി പറഞ്ഞ കഥയൊക്കെ വെച്ചിട്ടാണ് നിന്നോട് ഇന്നലെ ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അത്രയും വലിയൊരു മാരണമാണെന്ന് ഞാൻ ഓർത്തില്ലാണ്. പിന്നെ ഞാൻ കണ്ട എന്തുവാ? തേരെ നിങ്ങളല്ലാതെ ആ സമയത്ത് എംബ്രാമ്പറമ്പ് വഴി ആരേലും പോവോ? നിങ്ങൾ പോയ സമയമല്ല പിടിപാടുണ്ടോ? ഞങ്ങൾ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. അതായത് ഏകദേശം 12 മുതൽ 1:30 വരെയുള്ള സമയം. പ്രശ്നമാണ് മക്കളെ. കതിരേറ്റമലയിന്നേ പാവുമ്പാടത്തേക്ക് തേവര് പോണ സമയം. ഏത് തേവര്? തേവാരല്ല അമ്മയങ്ങണപ്പാ, തേര്. ഈ ദേവന്മാര് പോണ വാഹനമില്ല, തേര്. പണ്ട് എന്റെ അച്ഛൻ എംബ്രാമ്പറമ്പിൽ വീണ് കിടന്നപ്പം ഈ നാട്ടുകാർ നായിന്റെ മക്കൾ എന്തുട്ടാ പറഞ്ഞു? പാപ്പം കള്ളു കുടിച്ചിട്ട് കിടക്കണില്ല, അവിടെ കിടക്കട്ടെ എന്ന്. ദൈവം ഉണ്ട് വൈശാഖ, ദൈവം ഉണ്ട്. നീ കണ്ടെന്തെന്നറിയോ? തേര് അല്ല, തേര്. ഇവിടുന്ന് വടക്ക് കതിരേറ്റമല, താഴെ വച്ചോലിപ്പുഴ, ഇടത്ത് കടന്ന പാവുംപാടം, രണ്ടിടത്തുള്ളത് രക്ഷസുകളാണ്, രക്തരക്ഷകൾ. കോഴികയാണ് നേർച്ച. കുമ്പൻകോഴി, മുള്ള്, കരിങ്കോഴി, അങ്ങനെ ജീവനുള്ള ഇതിനെയും കൊണ്ടുപോകട്ടോളൂ. എന്നിട്ടെന്താ? എന്നെ കൊണ്ടുപോകത്തെ? നീയാ പേര് കണ്ടു, പക്ഷേ ആ രക്ഷസ് എന്നെ കണ്ടിട്ടില്ല. രക്ഷസിന് മുന്നിൽപ്പെട്ടാൽ മരണം. ഇതൊക്കെ എന്നോട് എന്തിനാ കാണിക്കുന്നതെന്ന് പറഞ്ഞുതരാവോ? നീ എന്തായിരുന്നു ആലോചിക്കുന്നത്?
അല്ല നിന്നോടൊക്കെ ഇനി ഏത് ഭാഷയിൽ പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടിരുന്നു പോയതാ. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിലിട്ടേണ്ട വഴിക്കൂടെ പോയിട്ടാണ് നീ ഇല്ലാത്ത കാഴ്ചകളൊക്കെ കണ്ടത്. അല്ലാതെ ആ വഴിയിൽ കൈതയും ഇല്ല, തേരും ഇല്ല, ഒരു മണ്ണാൻ കട്ടയും ഇല്ല. എൻ്റെ പൊന്ന് ശിവൻകുട്ടി, ഇനി നിന്റെ വേണ്ട, നീ പറയണ്ട. നിനക്ക് നേരിട്ട് കിട്ടിയാലേ നീ പഠിക്കൂ. ഇതേ സമയം പാതിരാത്രേ, പിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടേ. ഇന്നലത്തെ പോലെ ഒന്നുകൂടി താങ്ങാനുള്ള ശേഷി അവനില്ല. എന്തൊരു മെനക്കെടാൻ നോക്കി. 200 മീറ്റർ അപ്പുറം വഴി പോകാനുള്ള മടി കൊണ്ടാണ് ഈ ചെറുക്കൻ ഈ കാടും വീടും മലയും താത്തിട്ട് വീട്ടോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ എൻ്റെ വൈശാഖ, നീ എന്താ പറയുന്നത്? വൈശാഖ, ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ ഇന്ന് 6 മണി കഴിഞ്ഞ് പുറത്തിറങ്ങിയത് നീ കൂടി കൊണ്ട. എടാ, എംബ്രാം പറമ്പ് മൊത്തം പ്രേതങ്ങളടാ. എടാ, ശിവൻകുട്ടി പറഞ്ഞത് നീ കേട്ടല്ലേ? അവൻ്റെ അച്ഛൻ മരിച്ചത്. എടാ, അതിനകത്ത് മൊത്തം അറുകോലയാടാ, അറുകോല. അറുകോലയല്ല, ഞാൻ പറയുന്നില്ല, നീ വന്നേ. ശിവൻകുട്ടിയുടെ അച്ഛൻ മരിച്ചതേ കള്ളടിച്ചിട്ടാ. അത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അല്ലാണ്ട് നീ പറഞ്ഞ പോലെ 6 കൊലയും 4 കൊലയും ഒന്നും ഇല്ല. എന്ത് അവസ്ഥ നോക്ക് ജയേഷേ. അവൻ പറഞ്ഞതൊക്കെ കേട്ട് നീ ഇനി വഴി മാറി നടക്കൊന്നും വേണ്ട കേട്ടോ. ഒക്കെ ഓരോ കെട്ടുകഥകളാ. പിന്നെ എല്ലാം കൂടെ വന്നപ്പോൾ ഞാനിതിരി പേടിപ്പിക്കുന്ന രീതിയിൽ നിന്നോടങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താടാ പണ്ടാരം, ഇതിനെ കണ്ടിട്ടാണോ നീ പേടിച്ചേ? എടാ, ഇതാ ഗോപാലൻ ചേട്ടൻ്റെ വീട്ടിലെ ചൊക്കുലിപ്പട്ടിയാ. ചൊക്കുലിപ്പട്ടി? എടാ, നീ അതിനെ ആദ്യം കണ്ടതൊക്കെ നീ ഇതിന്റെ മേളിൽ നിർത്തി താഴോട്ടിയാണ് വരുന്നല്ലോ. മനുഷ്യന്റെ ജീവൻ കത്തി. അതെ, ഈ നട്ടാപ്പാലിക്ക് മുടന്നുള്ള ഇവറ്റകളെ കാണുന്നൊക്കെ പണ്ട് ഒടിയനും മറുതെന്നൊക്കെ കേട്ടോ വീട്ടുകാർ പറഞ്ഞ കേട്ടത്. ഓ, അവൻ പിന്നെയും തുടങ്ങി. ആ അച്ഛൻ നോക്കിണ്ടല്ലോ, ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി ഇതിന്റെ പേരിൽ നീ വഴി മാറി നടക്കൊന്നും വേണ്ട. പറഞ്ഞത് കേട്ടോ. നിന്റെ വേല കയ്യിലിരിക്കട്ടെ വൈശാഖ. നീ ഇപ്പൊ തിരിച്ചു പോകുന്ന ആ വഴി തന്നെയല്ലേ? പൊക്കോ, നീ നന്നാവില്ലടാ. എന്താടാ ഈ സൂറ കേട്ടിട്ട് പൊക്കോ. ഇനി ഞാൻ കടയിൽ വൈകാൻ കാരണം എന്താണെന്ന് അച്ഛൻ ചോദിച്ചപ്പോ ഞാൻ എന്തുകൊണ്ട് പേടിച്ചിടക്കാമെന്ന് അമ്മ പറഞ്ഞു. അത് കേട്ട് അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? എംബ്രാം പറമ്പും പുഴയോരൊക്കെ കുറച്ചാണ് വിട്ട് നടന്നത്. വാവിട്ട് കഴിയുന്ന ദേവാലയങ്ങൾക്ക് കൂട്ടുവെക്കാൻ മനുഷ്യന്മാരെ തിരഞ്ഞത് ആളുകളത്രേ. ഇനിയുള്ള 15 ദിവസം ഇനി ഇവിടെ കിടന്ന് ചിലച്ച ജയേഷെ വാവിട്ട് വരണം നീയായിരിക്കും. അവൻ്റെ ഒരു ദേവഗണങ്ങളും ഭൂതഗണങ്ങളും. എന്നാ പോന്നി. വൈശാഖ, എന്താടാ? അതെ, കൈതേനെ കണ്ട എന്റെ അന്വേഷണം പറഞ്ഞേരേട്ടാ. നീ ചെല്ല്. എടാ, ആ പിന്നെ ആ സൈക്കിൾ കിട്ടിയില്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ നിന്ന് എടുക്കാം. ശരിയടാ, നീ ചെല്ല്. പിന്നെ എന്താ ചൂട്ട് കെടുത്തണ്ട. കേറി പൊക്കേടാർക്കാ നീ. എടാ, ഇനി ഇവിടെ കിടന്ന് ചലച്ചാല് ഉറപ്പായിട്ടും നിന്നെ പിടിച്ചു വലിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ വഴിയിൽ കൈതേനെ കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്ന് പറയല്ലേ. വൈകാശി തിങ്കളിറങ്ങും വൈഡൂര്യക്കടവിൽ. വൈശാഖ, ജേഷേ എന്താടാ പുറത്തിറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് എന്റെ നടക്കുക? അവിടെ അല്ല വൈശാഖ, ദേ ഇവിടെ. വൈശാഖ, അച്ഛൻ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് വൈശാഖ.
Thank you.